നമസ്കാരം. പ്രപഞ്ചത്തിന്റെ നിഗൂഢമായ വഴികളിൽ വരും ദിവസങ്ങളിൽ ചില വൻ അട്ടിമറികൾ നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വെറുമൊരു പ്രവചനമല്ല ഇത്. ആകാശക്കൂരിലെ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒന്നടങ്കം ഒരുങ്ങി നിന്ന് ഭൂമിയിലെ ചില മനുഷ്യരുടെ വിലാസം തന്നെ മാറ്റിയെഴുതാൻ പോകുന്ന ഒരു അപൂർവ സുദിനമാണ് നമ്മെ തേടിയെത്തുന്നത്. 2026 ജൂൺ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ കേവലം ഒരു സാധാരണ ആഴ്ചയല്ല. ഒരുപക്ഷെ നിങ്ങളുടെ തലവര തന്നെ പൂർണ്ണമായി മാറിമറിയാൻ പോകുന്ന കാലചക്രത്തിന്റെ വലിയൊരു കളി കൂടിയാണിത്. യുഗങ്ങൾക്ക് മുൻപ് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തിയ ആ പുരാണ കഥ നമ്മളിൽ പലർക്കും അറിയാം. അന്ന് ആ കടലിൽ നിന്നും ഉയർന്നുവന്ന ഐശ്വര്യദേവതയായ ലക്ഷ്മീദേവിയുടെ അമൃതകടാക്ഷം കൃത്യമായി ഭൂമിയിലെ ചില പ്രത്യേക നക്ഷത്രവീഥികളിലേക്ക് പതിക്കാൻ പോകുന്ന അതിശയകരമായ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ലോട്ടറി ഭാഗ്യത്തിലൂടെയും ഒട്ടും പ്രതീക്ഷിക്കാത്ത കോടികളുടെ ധനലാഭത്തിലൂടെയും ജീവിതം ഒരു സ്വർണ്ണക്കൂടാരമായി മാറാൻ പോകുന്ന ആ 5 ഭാഗ്യനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നറിയണ്ടേ? അവർ ഏതു വഴികളിലൂടെയാണ് തങ്ങളുടെ ഭാഗ്യം പരീക്ഷിക്കേണ്ടത്? പ്രപഞ്ചം അവർക്കായി കരുതി വച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ ഓരോന്നായി നമുക്ക് നോക്കാം. ആകാശമണ്ഡലത്തിലെ ഏറ്റവും പ്രശാന്തവും എന്നാൽ അതീവ ശക്തവുമായ ഒരു നക്ഷത്രവീഥിയിലേക്കാണ് നമ്മൾ ആദ്യം വിരൽ ചൂണ്ടുന്നത്. അഗ്നിദേവൻ അധിപനായ സൂര്യന്റെ അത്രയും പ്രഭയുള്ള കാർത്തിക നക്ഷത്രക്കാരാണ് ആ ആദ്യ ഭാഗ്യശാലികൾ. ഈ ആഴ്ച ഇവർക്ക് ഭാഗ്യത്തിന്റെ വലിയ വാതിലുകൾ തുറക്കപ്പെടുന്നത് തികച്ചും വിസ്മയിപ്പിക്കുന്ന ഒരു പുരാണ പശ്ചാത്തലത്തിലാണ്. ഹൈന്ദവ വിശ്വാസപ്രകാരം ശിവപുത്രനായ മുരുകനെ പോറ്റി വളർത്തിയ 6 കാർത്തിക പെൺകുട്ടികളുടെ പുണ്യമാണ് ഈ നക്ഷത്രത്തിന്റെ കാതൽ. അഗ്നിയുടെ ശുദ്ധീകരണ ശക്തിയും സൂര്യന്റെ തേജസ്സും ഒത്തുചേരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ജൂൺ 8 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിൽ രാഹുവിന്റെ ശുഭദൃഷ്ടിയും വ്യാഴത്തിന്റെ അനുഗ്രഹവും ഒരേ സമയം ലഭിക്കുകയാണ്. ജ്യോതിഷപ്രകാരം ധനകാരകനായ വ്യാഴം ഇവരുടെ ഭാഗ്യസ്ഥാനത്തെ ഉണർത്തുമ്പോൾ അപ്രതീക്ഷിത ധനലാഭത്തിന്റെ ദേവനായ രാഹു ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവരെ വലിയ വിജയത്തിലേക്ക് നയിക്കും. ഒരു ചെറിയ ടിക്കറ്റിലൂടെ ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരാൻ ഈ ഗ്രഹനില കാരണമാകും. ഇത്രയും കാലം അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണാൻ പ്രപഞ്ചം കാർത്തിക നക്ഷത്രക്കാർക്കൊരുക്കുന്ന സുവർണാവസരമാണിത്. എന്നാൽ ഈ ഭാഗ്യം വെറുതെ പോയി ലോട്ടറി എടുത്താൽ കിട്ടില്ല. അതിനായി കൃത്യമായ ചില നമ്പറുകളും വഴികളും നിങ്ങൾ പിന്തുടരേണ്ടതുണ്ട്. കാർത്തിക നക്ഷത്രക്കാർ ഈ ആഴ്ച ലോട്ടറി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സൂര്യന്റെയും അഗ്നിയുടെയും ഊർജമുള്ള നമ്പറുകളാണ്. 1ന്റെയും 9ന്റെയും അക്കങ്ങൾ ഒത്തുചേരുന്ന നമ്പറുകൾ ഇവർക്ക് അതീവ ശുഭകരമാണ്. പ്രത്യേകിച്ച് ടിക്കറ്റിന്റെ അവസാന അക്കങ്ങൾ 19, 91 അല്ലെങ്കിൽ കൂട്ടിയാൽ തുക 1, 9 വരുന്ന നമ്പറുകൾ ഇവർ തിരഞ്ഞെടുക്കണം. ഉദാഹരണത്തിന് 28, 45, 73 എന്നിങ്ങനെയുള്ള നമ്പറുകൾ ഇവർക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. ചൊവ്വാഴ്ചയോ ഞായറാഴ്ചയോ ഉച്ചയ്ക്ക് മുൻപുള്ള സമയങ്ങളിൽ കിഴക്ക് ദർശനമായിരുന്ന് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നത് ഇവരുടെ പ്രപഞ്ചോർജത്തെ ഇരട്ടിയാക്കും. പുരാണങ്ങളിൽ അഗ്നിഭഗവാൻ തനിക്ക് സമർപ്പിക്കുന്ന ഹവിസുകളെ എങ്ങനെയാണോ ഇരട്ടിയായി തിരിച്ചു നൽകുന്നത്, അതുപോലെ ഈ ആഴ്ച കാർത്തിക നക്ഷത്രക്കാർ ചെയ്യുന്ന ചെറിയൊരു ഭാഗ്യപരീക്ഷണം പോലും വലിയൊരു ധനസമ്പാദ്യമായി മാറാനുള്ള പ്രപഞ്ച സാധ്യതയുണ്ട്. പോക്കറ്റിൽ കിടക്കുന്ന ഒരു ചെറിയ നാണയത്തുട്ട് വലിയൊരു കോടികളുടെ നിധിയായി മാറുന്ന മാന്ത്രികത നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ്. എന്നാൽ കാർത്തിക നക്ഷത്രക്കാരെ മാത്രമല്ല, ചന്ദ്രന്റെ കാരുണ്യം നിറഞ്ഞ മറ്റൊരു നക്ഷത്രക്കാരെയും കാത്ത് വലിയൊരു സമ്പത്തിന്റെ രഥം വഴിയിൽ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അത് ആരാണെന്നും അവർക്ക് പിന്നിലെ പുരാണ രഹസ്യം എന്താണെന്നും അറിയുമ്പോൾ നിങ്ങൾ തീർച്ചയായും അത്ഭുതപ്പെടും. അടുത്തതായി ഭാഗ്യത്തിന്റെ രഥമേറി വരുന്നത് രോഹിണി നക്ഷത്രക്കാരാണ്. ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ജന്മം കൊണ്ടതുമായ മഹാപുണ്യ നക്ഷത്രമാണ് രോഹിണി. സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ രോഹിണിക്ക് ഈ ആഴ്ച ശുക്രന്റെയും ചന്ദ്രന്റെയും അപൂർവമായൊരു യുതി പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതിലൂടെയാണ് ലോട്ടറി ഭാഗ്യം തെളിയുന്നത്. ദ്വാപരയുഗത്തിൽ കൃഷ്ണന്റെ ജനന സമയത്ത് പ്രകൃതിയിലുണ്ടായ അതേ ശാന്തതയും സമൃദ്ധിയും ഈ ആഴ്ച രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്. ജ്യോതിഷത്തിലെ ചന്ദ്രമംഗള യോഗത്തിന്റെ സ്വാധീനം കാരണം ഭൂമിയിൽ നിന്നും ധനത്തിൽ നിന്നും ഇവർക്ക് വലിയ ലാഭങ്ങളുണ്ടാകും. ഭഗവാൻ കൃഷ്ണൻ കുചേലന്റെ ഒരു പിടി അവിലിനു പകരമായി അളവറ്റ സമ്പത്ത് നൽകി അനുഗ്രഹിച്ചതുപോലെ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഒരു ചെറിയ ലോട്ടറി ടിക്കറ്റിലൂടെ കുചേല സമൃദ്ധി കൈവരാൻ യോഗമുണ്ട്. ഇവർ തിരഞ്ഞെടുക്കേണ്ട നമ്പറുകൾ ചന്ദ്രന്റെയും ശുക്രന്റെയും പ്രതീകമായ 2, 6 എന്നിവയാണ്. ടിക്കറ്റിന്റെ തുടക്കത്തിലോ ഒടുക്കത്തിലോ 26, 62 എന്നീ അക്കങ്ങൾ വരുന്നത് ലോട്ടറി അടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. കൂടാതെ അക്കങ്ങളുടെ ആകെ തുക 8, 6 വരുന്ന രീതിയിലുള്ള നമ്പറുകളും ഇവർക്ക് ഭാഗ്യം നൽകും. തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയോ സായം സന്ധിയിൽ വെളുത്ത വസ്ത്രധാരികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ത്രീകളിൽ നിന്നോ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നത് ഐശ്വര്യപ്രദമായിരിക്കും. ഭഗവാൻ കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ പോലെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു നിമിഷത്തിലായിരിക്കും രോഹിണി നക്ഷത്രക്കാരെ തേടി ആ 1ാം സമ്മാനം എത്തിച്ചേരുക. നമ്മുടെ ഈ പുരാണ ജ്യോതിഷ യാത്രയിൽ 3ാമതായി പ്രകാശിച്ചു നിൽക്കുന്നത് മകം നക്ഷത്രമാണ്. പിതൃക്കളുടെ നക്ഷത്രമെന്നറിയപ്പെടുന്ന കേതു അധിപനായ മകം നക്ഷത്രം സിംഹരാശിയിലാണ് വരുന്നത്.
രാജകീയതയുടെയും അധികാരത്തിന്റെയും പ്രതീകമാണ് മകം. പുരാണങ്ങളിൽ ഇന്ദ്രസഭയിലെ സിംഹാസനത്തോട് ഉപമിക്കപ്പെടുന്ന മകം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യാനുഭവം ഉണ്ടാകാൻ കാരണം അവരുടെ പൂർവ്വപുണ്യവും പിതൃക്കളുടെ പ്രത്യേക അനുഗ്രഹവുമാണ്. രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ തന്റെ പിതൃവാക്യ പരിപാലനത്തിലൂടെ നേടിയെടുത്ത ധർമ്മബലം പോലെ മകം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് പരിഹാരമായി പിതൃദേവതകൾ പ്രപഞ്ചശക്തികളെ കൂട്ടുപിടിച്ച് ധനവർഷം ചൊരിയുന്ന വാരമാണിത്. ജ്യോതിഷപ്രകാരം സിംഹരാശിയിൽ സൂര്യന്റെ അനുകൂല ഭാവവും കേതുവിന്റെ രാശിമാറ്റ അനുകൂല്യവും മകം നക്ഷത്രക്കാർക്ക് പെട്ടെന്നുള്ള ഭാഗ്യവിപര്യങ്ങൾ സമ്മാനിക്കും. ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ ഇവർ ഭാഗ്യം പരീക്ഷിക്കുമ്പോൾ 5, 7 എന്നീ നമ്പറുകൾക്കാണ് മുൻഗണന നൽകേണ്ടത്. 57, 75 അല്ലെങ്കിൽ ടിക്കറ്റിന്റെ സീരിയൽ നമ്പറുകളിൽ 5ഉം 7ഉം ആവർത്തിച്ചു വരുന്നവ ഇവർക്ക് അനുകൂലമായ ഫലം തരും. വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനത്തിന് ശേഷം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ പ്രായമായവരിൽ നിന്നോ ടിക്കറ്റ് വാങ്ങുന്നത് ലോട്ടറി ഭാഗ്യം ഉറപ്പാക്കാൻ സഹായിക്കും. രാജകീയമായ ഒരു ജീവിതശൈലിയിലേക്ക് മകം നക്ഷത്രക്കാരെ ഉയർത്താൻ പോന്ന തരത്തിലുള്ള വലിയൊരു ഭാഗ്യമാണ് ഈ ജൂൺ 2ാം വാരത്തിൽ അവരെ കാത്തിരിക്കുന്നത്. 4ാമതായി ഈ ഭാഗ്യപട്ടികയിൽ ഇടം പിടിക്കുന്നത് വിശാഖം നക്ഷത്രമാണ്. ദേവഗുരുവായ വ്യാഴം അധിപനായ വിശാഖം നക്ഷത്രം ഇന്ദ്രന്റെയും അഗ്നിയുടെയും സംയുക്ത ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. പുരാണങ്ങളിൽ ലക്ഷ്യബോധത്തിന്റെ നക്ഷത്രമായാണ് വിശാഖത്തെ കണക്കാക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ തന്റെ അമ്പെയ്ത്ത് ലക്ഷ്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് വിജയം വരിച്ചതുപോലെ വിശാഖം നക്ഷത്രക്കാർ ഈ ആഴ്ച എടുക്കുന്ന തീരുമാനങ്ങൾ ഒട്ടും പിഴയ്ക്കാതെ ലക്ഷ്യത്തിൽ തറയ്ക്കും. ജ്യോതിഷപരമായി വ്യാഴത്തിന്റെ സ്വന്തം നക്ഷത്രമായ വിശാഖത്തിന് ഈ ആഴ്ച ഗോചരഫലപ്രകാരം ധനസ്ഥാനത്ത് വലിയൊരു ഊർജ്ജ കേന്ദ്രീകരണം നടക്കുന്നുണ്ട്. ഇതൊരു ഗുരുമംഗളയോഗത്തിന്റെ ഫലമായി വൻ ധനലാഭത്തിന് വഴിതെളിക്കും. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന കടബാധ്യതകൾ തീർക്കാനും സമ്പന്നതയിലേക്ക് ചുവടുവയ്ക്കാനും വിശാഖം നക്ഷത്രക്കാർക്ക് ലോട്ടറിയിലൂടെ സാധിക്കും. ഇവർ തിരഞ്ഞെടുക്കേണ്ടത് ജയത്തിന്റെ നമ്പറായ 3ഉം ഒപ്പം 9ഉമാണ്. 39, 93 എന്നീ അക്കങ്ങൾ അവസാനിക്കുന്ന ടിക്കറ്റുകളോ അല്ലെങ്കിൽ അക്കങ്ങൾ കൂട്ടിയാൽ 3 വരുന്നവയോ ഇവർക്ക് സമ്മാനം കൊണ്ടുവരും. വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ വടക്ക് ദിക്കിലേക്ക് യാത്ര തിരിക്കുമ്പോൾ കാണുന്ന ലോട്ടറി സ്റ്റാളുകളിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നത് ഭാഗ്യത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഇന്ദ്രന്റെ വജ്രായുധം പോലെ ശക്തമായ പ്രപഞ്ചോർജ്ജമാണ് ഈ ആഴ്ച ഇവരെ ലോട്ടറി വിജയത്തിലേക്ക് നയിക്കാൻ പോകുന്നത്. ഈ അത്ഭുത പ്രയാണത്തിൽ അവസാനത്തെ 5ാമത്തെ നക്ഷത്രമായി വരുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ശനി അധിപനായ ആഴങ്ങളിലെ സർപ്പമായ അഹിർബുദ്ധിനൻ ദേവതയായ ഉത്രട്ടാതി നക്ഷത്രം മീനരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പുരാണങ്ങളിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലെ രഹസ്യങ്ങളും നിധികളും കാത്തുസൂക്ഷിക്കുന്ന നാഗരാജാക്കന്മാരുടെ അനുഗ്രഹം സിദ്ധിച്ച നക്ഷത്രമാണിത്. പാലാഴി മഥനത്തിൽ വാസുകി എന്ന സർപ്പരാജാവ് എങ്ങനെയാണോ അമൃത് ഉയർന്നു വരാൻ കാരണമായത്, അതുപോലെ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഭാഗ്യത്തിന്റെ അമൃത് ഉയർന്നു വരാൻ പോകുന്ന വാരമാണിത്. ജ്യോതിഷപ്രകാരം ശനിയുടെ മന്ദഗതിയിലുള്ള ചലനം ഇവർക്ക് സ്ഥിരതയുള്ളതും എന്നാൽ ഭീമവുമായ ധനലാഭം നൽകും. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ കോടീശ്വരനായി മാറുന്ന അവസ്ഥ ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പ്രപഞ്ചം കരുതി വെച്ചിട്ടുണ്ട്. ഉത്രട്ടാതി നക്ഷത്രക്കാർ ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ശനിയുടെയും ബുധന്റെയും നമ്പറുകളായ 8, 5 എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം. 85, 58 എന്നീ നമ്പറുകൾ ഒടുക്കമുള്ള ടിക്കറ്റുകളോ കറുപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള വരകളുള്ള ലോട്ടറി ടിക്കറ്റുകളോ ഇവർക്ക് വലിയ ഭാഗ്യം നൽകും. ശനിയാഴ്ച ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് കഠിനാധ്വാനം ചെയ്യുന്ന തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരിൽ നിന്നോ ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നത് ശനിഭഗവാന്റെ പ്രീതിക്കും അതുവഴി അപ്രതീക്ഷിത ലോട്ടറി വിജയത്തിനും കാരണമാകും. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന നിധി പോലെ ആരും പ്രതീക്ഷിക്കാത്ത വലിപ്പത്തിലുള്ള ഒരു ഭാഗ്യമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ ഈ ആഴ്ച കാത്തിരിക്കുന്നത്. ഈ പറഞ്ഞ 5 നക്ഷത്രക്കാർക്കും ഈ ജൂൺ 8 മുതൽ 14 വരെയുള്ള കാലയളവിൽ ഭാഗ്യം വരാൻ പൊതുവായ ഒരു പുരാണ രഹസ്യം കൂടിയുണ്ട്. പ്രപഞ്ചത്തിന്റെ നാഥനായ മഹാവിഷ്ണു ലക്ഷ്മീദേവിയോടൊപ്പം ക്ഷീരസാഗരത്തിൽ യോഗനിദ്രയിലുണർന്ന് ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് കർമ്മഫലം വിതരണം ചെയ്യുന്ന ഒരു സവിശേഷ ഊർജ്ജ സംക്രമണ സമയമാണിത്. ഈ നക്ഷത്രക്കാരുടെ ജാതകത്തിലെ ദശാസന്ധികളും ഗോചരഫലങ്ങളും ഈ ആഴ്ചയിലെ ഗ്രഹനിലയുമായി 100% പൊരുത്തപ്പെടുന്നു. പ്രപഞ്ചത്തിലെ ജല, അഗ്നി, വായു, ഭൂമി, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളും ഈ 5 നക്ഷത്രങ്ങൾക്ക് അനുകൂലമായി സ്പന്ദിക്കുന്നു. പുരാണങ്ങളിൽ പറയുന്ന അഷ്ടലക്ഷ്മിമാരിൽ ധനലക്ഷ്മിയും ധന്യലക്ഷ്മിയും ഒരേ സമയം ഈ 5 നക്ഷത്രക്കാരുടെ ഗൃഹങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്ന സമയമാണിത്. എന്നാൽ ഈ ഭാഗ്യം പൂർണ്ണമായും അനുഭവത്തിൽ വരണമെങ്കിൽ ഈ 5 നക്ഷത്രക്കാരും ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. പുരാണങ്ങളിൽ മഹാബലി ചക്രവർത്തി തന്റെ ദാനശീലത്തിലൂടെ പ്രപഞ്ചം മുഴുവൻ കീഴടക്കിയതുപോലെ ലോട്ടറി എടുക്കുന്നതിന് മുൻപോ ശേഷമോ തങ്ങളാൽ കഴിയുന്ന ഒരു ചെറിയ ദാനം ചെയ്യുന്നത് കർമ്മദോഷങ്ങളെ അകറ്റി ഭാഗ്യത്തെ വേഗത്തിൽ ആകർഷിക്കാൻ സഹായിക്കും. അത് വിശക്കുന്നവർക്കൊരു പൊതിച്ചോറാകാം, അല്ലെങ്കിൽ പറവകൾക്ക് കുടിക്കാൻ അല്പം വെള്ളം കൊടുക്കുന്നതാകാം. ലോഭമില്ലാതെ ശുഭപ്രതീക്ഷയോടെ പ്രപഞ്ചശക്തികളിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ നമ്പറുകളിലും ദിവസങ്ങളിലും ഭാഗ്യം പരീക്ഷിച്ചാൽ ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ സ്വർണ്ണ അധ്യായം എഴുതി ചേർക്കപ്പെടും.
ആകാശത്തിലെ നക്ഷത്രങ്ങളും പുരാണങ്ങളിലെ ദേവതകളും ഒരേ സ്വരത്തിൽ നിങ്ങൾക്കായി ഭാഗ്യത്തിന്റെ പാത ഒരുക്കിക്കഴിഞ്ഞു. ഈ 5 ഭാഗ്യനക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രവുമുണ്ടോ? വരും ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.